നമസ്കാരം. അജ്മലിന്റെ theborderofaminds.com വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിന്റെ പുതിയൊരു ചർച്ചയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അറിവിനോടുള്ള നമ്മുടെ ഒരു ആകാംക്ഷയില്ലേ, അതിനെ തൃപ്തിപ്പെടുത്താനും ചിന്തകളെ ഉണർത്താനും ഒക്കെ പറ്റിയൊരിടമാണ് അജ്മൽ വർഷങ്ങളായി ഒരുക്കിയിരിക്കുന്നത്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ്. ദ മെസ്സി ബ്യൂട്ടി ഓഫ് ബീയിങ് പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ്. ആ തലക്കെട്ട് കൊള്ളാം. പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ്. അതിലൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. ഉണ്ട്. പൂർണ്ണതയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണത്. അപൂർണതയുടെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചാണ് അജ്മൽ പറയുന്നത്. ശരിയാണ്. അപ്പൊ ഈ പോസ്റ്റിലെ പ്രധാന ആശയം എന്താണ്? സമൂഹം നമ്മളെ എപ്പോഴും ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണോ? അതെ, അതാണ് തുടക്കം. ഈ ഫിൽറ്റർ ചെയ്ത ചിത്രങ്ങൾ, പിന്നെ സോഷ്യൽ മീഡിയയിലെ ജീവിതങ്ങൾ, എല്ലാം മിനുക്കിയെടുത്ത മോളെ. അതെ, വിജയത്തെക്കുറിച്ചുള്ള വലിയ വിവരണങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു സമ്മർദ്ദത്തിലാവും. കുറ്റമില്ലാത്തവരാകാൻ ഒരു തോന്നൽ. അജ്മൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പൂർണ്ണത എന്ന ആശയം അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഓഹോ, പക്ഷേ മികച്ചാകാൻ എല്ലാവരും ആഗ്രഹിക്കില്ലേ? അത് സ്വാഭാവികമല്ലേ? അജ്മൽ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഈ പൂർണ്ണതയ്ക്ക് നമ്മളൊരു അമിതമായ വില കൊടുക്കുന്നുണ്ട് എന്നാണ്. സോഷ്യൽ മീഡിയയിലെ ആ തിളങ്ങുന്ന ചിത്രങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ യഥാർത്ഥ അനുഭവങ്ങളെ, അതായത് നമ്മുടെ കുറവുകൾ, പോരായ്മകൾ, ആ ഒരു മെസ്സിയായ ഭാഗങ്ങളില്ലേ, അതിനെയൊക്കെ മറച്ചുവെക്കുകയാണ്. ശരിയാണ്. അജ്മൽ വിശ്വസിക്കുന്നത് ഈ അപൂർണതകളാണ് നമ്മളെ ശരിക്കും നമ്മളാക്കുന്നത് എന്നാണ്. അതെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചിന്തയാണ് കേട്ടോ. കുറവുകളും പോരായ്മകളുമാണ് യഥാർത്ഥ വെളിച്ചം നമ്മളിലേക്ക് കടത്തിവിടുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ ഈ കുറവുകളൊക്കെ സാധാരണ മറച്ചു വെക്കാനല്ലേ ശ്രമിക്കാറ്? തീർച്ചയായും. നമ്മൾ ഭയക്കുന്ന, ചിലപ്പോൾ നാണക്കേട് തോന്നുന്ന കാര്യങ്ങൾ, ചെറിയ ഇഷ്ടക്കേടുകൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പറ്റുന്ന തെറ്റുകൾ, ഇതൊന്നും ഒഴിവാക്കേണ്ട ഒന്നല്ല. മറിച്ച് അതൊക്കെ നമ്മുടെ മനുഷ്യ സഹജമായ അവസ്ഥയുടെ ഭാഗമാണെന്നാണ് അജ്മൽ പറയുന്നത്. ആ വിള്ളലുകളുടെയാണ് അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും വെളിച്ചം ശരിക്കും ഉള്ളിലേക്ക് വരുന്നത്. ഓക്കേ, ഒരു മിനുസമുള്ള പ്രതലം പോലെ ആകർഷകമായിരിക്കില്ല. പക്ഷേ കൂടുതൽ ആഴമുണ്ടാവും, കൂടുതൽ സത്യസന്ധമായിരിക്കും. അപ്പോ ഒരു തികഞ്ഞ ജീവിതം ഒരുപക്ഷെ അത്ര രസകരമായിരിക്കില്ല അല്ലേ? അതെ, അതാണ് അടുത്ത പോയിന്റ്. പ്രതിസന്ധികളോ തിരിച്ചടികളോ ഇല്ലാത്തൊരു ജീവിതം അത് വിരസമായിരിക്കുമോ? അങ്ങനെ ചിന്തിക്കാം. അജ്മൽ ചോദിക്കുന്നുണ്ട്, ഈ ഹൃദയവേദന, പരാജയങ്ങൾ, അങ്ങനെയുള്ള അപൂർണമായ അനുഭവങ്ങളില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വളരാൻ പറ്റുക? ശരിയാണ്. എങ്ങനെയാണ് കൂടുതൽ കരുത്തും വിവേകവും നേടാൻ കഴിയുക? ഈ അപൂർണ കാലഘട്ടങ്ങളിലെ അതാണ് നമ്മളെ ശരിക്കും രൂപപ്പെടുത്തുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിന് ആഴം നൽകുന്ന ഒരു വളക്കൂറുള്ള മണ്ണാണിതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ പഴിക്കാറുണ്ടല്ലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. അപ്പോ ഇതിനെ അംഗീകരിക്കണം, ഒരുപക്ഷെ ആഘോഷിക്കണമെന്നാണോ? അതെ, അത് തന്നെയാണ് മെസ്സേജ്. നമ്മുടെ കുറവുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ്. ഓക്കേ, അതിനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് കാണണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർമ്മയിലെ, പെർഫെക്റ്റ് ഈസ് ബോറിംഗ് ആൻഡ് ഇംപെർഫെക്റ്റ് ഈസ് വേർ ദ റിയൽ മാജിക് ഹാപ്പൻസ്. അതെ, ആ ഒരു ചിട്ടപ്പെടുത്തിയ പെർഫെക്ഷന്റെ കൂട്ടിൽ ഒതുങ്ങാതെ നമ്മുടെ യഥാർത്ഥ, ചിലപ്പോൾ അലങ്കോലപ്പെട്ട ആ ഊർജ്ജസ്വലമായ മനുഷ്യസ്വത്വത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് അതെ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്താൻ പറ്റുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാല് ആ അപൂർണത അത് തന്നെയാണ് യഥാർത്ഥ പൂർണ്ണത. വളരെ വളരെ ശക്തമായ ഒരു കാഴ്ചപ്പാടാണിത്. അപ്പോ ചുരുക്കത്തിൽ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന പ്രധാന കാര്യം എന്താണ്? നമ്മുടെ അപൂർണതകളെ സ്നേഹിക്കുക, അതിൽ സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കുക, അങ്ങനെയാണോ? തീർച്ചയായും. അവ നമ്മളെ ദുർബലരാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കൂടുതൽ മനുഷ്യരാക്കുകയാണ്. ആ അപൂർണതകളിലാണ് നമ്മുടെ തനിമ, നമ്മുടെ വളർച്ചയ്ക്കുള്ള സാധ്യതയും അവിടെയാണ്. ശരിയാണ്. അജ്മലിന്റെ ഈ ചിന്തകളും അദ്ദേഹത്തിന്റെ മറ്റ് എഴുത്തുകളും കലകളും പിന്നെ ഈ ആശയങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ പോഡ്കാസ്റ്റുകളും അതൊക്കെ കൂടുതൽ ആഴത്തിൽ അറിയാൻ theborderofaminds.com എന്ന വെബ്സൈറ്റ് നോക്കുന്നത് നന്നായിരിക്കും. ഉറപ്പായും. ഒരുപാട് ആകാംക്ഷയും അത്ഭുതവും ഉണർത്തുന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. തീർച്ചയായും. അപ്പോ അജ്മലിന്റെ ബ്ലോഗിൽ നിന്നുള്ള കൂടുതൽ ചിന്തകളുമായി ഞങ്ങളുടെ കമന്ററി സീരീസിന്റെ അടുത്ത ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. പോകുന്നതിനു മുൻപ് ഒരു ചിന്ത. നമ്മുടെ ഈ അപൂർണതകളെ
നമ്മൾ ശരിക്കും അങ്ങ് അംഗീകരിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ബന്ധങ്ങളെയും ലോകത്തെ കാണുന്ന രീതിയെയൊക്കെ എങ്ങനെയായിരിക്കും മാറ്റുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. നന്ദി.